ഇന്ന് പകൽക്കാലം ദൈവവചനം ഘോഷിക്കുവാൻ ശബ്ദം കേൾക്കുവാൻ നമ്മൾ കാത്തിരിക്കുകയാണല്ലോ. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ട ദാസൻ പാസ്റ്റർ മൈക്കിൾ ജോൺസൺ അവറുകൾ മുൻപോട്ട് വന്ന് തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യും. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അത് വിലയേറിയതാണ്. എത്ര വിശ്വസിക്കുന്നു തന്റെ ദാസനെ കർത്താവ് ഇന്ന് പകൽക്കാലം ഉപയോഗിക്കുമ്പോൾ ആ അധരത്തിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും തൻ്റെതായിട്ടല്ല, കർത്താവിൽ നിന്നുള്ള കേൾക്കുവാൻ നമുക്ക് ഒരുമിച്ച് ഒരുങ്ങിയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകാല ഇന്ന് ഈ സഭായോഗം ലീഡ് ചെയ്യുന്നതായ പാസ്റ്റർ ജോസ് മേമന, എല്ലാ ശുശ്രൂഷകന്മാർ, എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയവനായ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മൾക്ക് കടക്കാം. അതുപോലെ തന്നെ നമ്മളുടെ സീനിയർ പാസ്റ്റർ സാബു വർഗീസ് ഇന്ത്യയിലായിരിക്കുന്നല്ലോ, ടീമായിട്ട് അവിടെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യം അയച്ച് കർത്താവ് അവരെ നടത്തേണ്ടതിനും വലിയ അനുഗ്രഹങ്ങൾ അവിടെ നടക്കേണ്ടതിനുമായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും നമ്മൾക്ക് ദൈവവചനത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ തിരിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് ചുരുക്കം ചില മിനിറ്റുകൾ എൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് തന്നതായ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് പുതുക്കമുള്ള വിഷയമല്ല, നമുക്ക് എല്ലാവർക്കും വളരെ അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നാൽ അതൊന്ന് ഓർപ്പിച്ച് ഉണർത്തി ആരാധനയിൽ സന്തോഷിച്ച് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് റിഡംഷൻ ആൻഡ് റെസ്റ്റോറേഷൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുപ്പ്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് വീണ്ടെടുപ്പ്. നമ്മളൊക്കെ സഭായോഗത്തിലൂടെ വന്നിരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടമാണല്ലോ നമ്മൾ. എന്നാൽ അതിനപ്പുറത്തായിട്ട് റിസ്റ്റോറേഷൻ എന്നൊരു വാക്ക് അതിനോട് ചേർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം കൂടെ ചേർത്ത് നമുക്ക് ചില മിനിറ്റുകൾ കൊണ്ട് പഠിച്ചിട്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് എടുത്തിരിക്കുന്നതായ 2 ടെക്സ്റ്റുകളുണ്ട്. ഒന്നാമത് എഫേസ്യ ലേഖനം 1:13 വാക്യം നമുക്ക് വായിക്കാമല്ലോ. യെസ്. അപ്പോൾ ആദ്യത്തെ ടെക്സ്റ്റ് ഇതാണ്. നമ്മൾക്ക് വളരെ പരിചയമുള്ളതായ വാക്യമാണ്, അല്ലെങ്കിൽ അധ്യായമാണ്, അല്ലെങ്കിൽ ലേഖനമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. പ്രൈസ് ഗോഡ്. സ്തോത്രം. ആദ്യത്തെ വാചകത്തിൽ ആദ്യം ഈ എഫേസ്യ ലേഖനം പൗലോസിന്റെ ഒരു ലേഖനമാണ്. 1-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്ക് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ദൈവേഷ്ടത്താൽ. തുടർന്ന് ഒരു വലിയ ഒരു ലിസ്റ്റ് നമ്മൾക്ക് തന്നിരിക്കുകയാണ്. ദൈവേഷ്ടത്താൽ എന്തൊക്കെയാണ്? സകലവിധമായ ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് ഒടുവിൽ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗത്തിലെ സകലവിധമായ ആത്മീയ അനുഗ്രഹങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ ദൈവദാസൻ നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്, ധൈര്യപ്പെടുത്തുകയാണ്. ഹൃദയത്തിൽ ആ പ്രോമിസുകളെ ഒക്കെ നൽകിക്കൊണ്ട് പറയുന്നതായ ഒരു ഭാഗമാണ് ഇത്. എന്നാൽ അതിനകത്ത് ഈ ഒരു വാക്യം മാത്രമാണ് ഞാൻ ഈ ഭാഗത്തു നിന്നും ചൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് ദൈവേഷ്ടത്താലാണ് ഇത് സംഭവിച്ചത്. പിന്നീട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മറ്റുള്ളവർക്കല്ല, സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്വന്തപ്പെട്ടവരാണോ, സ്വന്തം ജനമാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പുറകോട്ടുള്ളതായ ഹിസ്റ്ററിയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നവരാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട്, ഓരോ വാക്കുകളും അതിൻ്റെതായിട്ടുള്ള ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ട്. തൻ്റെ മഹത്വം ഇതിൽ കൂടെ എല്ലാം കാണണം. നമ്മളെ ഈ രീതിയിലൊക്കെ നടത്തുമ്പോൾ
പ്രൈസ് ഗോഡ്. നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായിട്ട് ഒരു വലിയ വിലയേറിയതായ ആ പത്രം നമുക്ക് തന്നിരിക്കുകയാണ്. അച്ചാരമായിട്ടുള്ളതായ നമ്മുടെ അവകാശം തന്നിരിക്കുകയാണ്. വാഗ്ദത്തൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് യാതൊരു സംശയവും കൂടാതെ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ളതായ ആ നിശ്ചയം, അഷ്വറൻസ് ഓഫ് സാൽവേഷൻ നമ്മൾക്ക് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ പൗലോസ് അപ്പോസ്തലൻ ഉയരത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ. എന്നാൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ട്. പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാകത്തില്ല. നമ്മളുടെ ജീവിതത്തിൽ പല ക്വസ്റ്റ്യൻസും വരും എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. ഞാൻ ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തിൻ്റെ പ്രോമിസുകളൊക്കെ എനിക്കുണ്ട്, ദൈവത്തിൻ്റെ കാവൽ എനിക്കുണ്ട്, യേശു എന്നോട് കൂടെയുണ്ട്, അവൻ എൻ്റെ കരം പിടിച്ചിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളതായ ചോദ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നാച്ചുറലാണ്. ഇന്ന് പകൽക്കാലവും പാസ്റ്റർ ജോസ് പറഞ്ഞതുപോലെ വളരെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. പുറമേ ഒരാൾക്ക് നോക്കിയാൽ നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൂടെ എന്താണ് കടന്നു പോകുന്നതോ, എന്താണ് വേദനയെന്നോ വിചാരമെന്നോ നമ്മൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും നീറുന്ന ഹൃദയവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ഈ ചോദ്യം ദൈവത്തോട് ചോദിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ആരോടും തന്നെ പറയാതെ ഇരിക്കുന്നതായ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലില്ല, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല സമയങ്ങളിലായിട്ട് ഇത് ഉണ്ടാകുകയും ചെയ്യും. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ സ്വർഗീയമായ ഒരു അനുഭവത്തെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. ഹല്ലേലൂയ. എന്നാൽ ഫോർ എക്സാമ്പിൾ, ഒരു രോഗം നമ്മളുടെ ശരീരത്തിൽ പിടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ രോഗം എൻ്റെ ജീവിതത്തിൽ വന്നത് എന്ന് നമ്മളൊക്കെ ചോദിക്കും. എനിക്ക് ആരോഗ്യം അത്യാവശ്യമാണ്, എങ്കിൽ മാത്രമേ എനിക്ക് ഓടി നടക്കാനായിട്ട് സാധിക്കുള്ളൂ, ജോലി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ളൂ. ഈ രോഗം എന്നെ ബന്ധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളതായ ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഈ നഷ്ടം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്? ഞാൻ ദൈവത്തെ സേവിക്കുന്നതിനോ അല്ലേ? നിനക്ക് നഷ്ടമൊന്നും വരത്തില്ല, നീ ചെയ്യുന്നതെല്ലാം നല്ലതാകും, നീ വാലല്ല തലയായി തീരുന്നുള്ള പ്രോമിസൊക്കെ ഉണ്ടല്ലോ. എങ്കിൽ തന്നെയും എന്തുകൊണ്ട് ദൈവമക്കൾക്ക് നഷ്ടം വരുന്നു എന്നുള്ളതായ കാര്യം, ഈ ചോദ്യമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. തലമുറയുടെ കാര്യത്തിൽ വിഷമിച്ചേക്കുന്നതായ പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ഇതിൻ്റെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഡിറക്ഷനിൽ തലമുറകളൊക്കെ മുൻപോട്ട് പോകുന്നില്ല എന്നോർത്ത് നമ്മുടെ ഹൃദയം നീറുന്നതായ അവസ്ഥകൾ ഉണ്ട്. ജോലി സംബന്ധിച്ചൊക്കെ നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് തീരുമാനിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ, ഇതാ മുമ്പിലുള്ള വാതിലുകൾ അടയുന്നു. കർത്താവേ, നീ വാതിലുകളെ തുറക്കുന്നവനാണ്, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറക്കുന്നവനാണ് നിന്റെ വചനത്തിലുണ്ട്. എന്നിട്ട് എൻ്റെ ഈ വാതിൽ എന്തുകൊണ്ട് അടഞ്ഞു പോകുന്നു എന്നുള്ളതായ ചോദ്യങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കുടുംബത്തിലെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്, സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ളതായ ചോദ്യങ്ങളുമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ രണ്ട് വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ദൈവഭക്തന്മാർ നേരിട്ടിട്ടുള്ളതായ അനുഭവങ്ങളോടുള്ള വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഉണർത്തി ദൈവവചനത്തിൽ ധൈര്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ മെസ്സേജിൽ കൂടെ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. ഒന്നാമതായിട്ട് ഈ വീണ്ടെടുപ്പ് എന്ന് നമ്മൾ ഈ ബൈബിളിൽ ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതായ ഒരു മനുഷ്യനെയാണ് നമ്മൾക്ക് കാണുന്നത്. അതായത് അബ്രഹാമിൻ്റെ സമയത്ത് ജീവിച്ചിരുന്നതായ ഇയ്യോബ് എന്ന മനുഷ്യൻ. അദ്ദേഹം വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയി. എല്ലാം നഷ്ടപ്പെട്ടു. മക്കള് 10 പേരും ഓരോന്നോരോന്നായിട്ട് ഒരു ദിവസം തന്നെ എല്ലാവരും തന്നെ നഷ്ടപ്പെട്ടതായിട്ട് കാണാം. അതുപോലെ തന്നെ സമ്പത്ത് എല്ലാ രീതിയിലും, ബിസിനസ് കാര്യങ്ങളിലും ലാൻഡ് കാര്യങ്ങളും റിയൽ എസ്റ്റേറ്റും എല്ലാം ഉണ്ടായിരുന്നതായ ആ മനുഷ്യൻ എല്ലാം ഒരു ദിവസം കൊണ്ട്
നാശത്തിലേക്ക് വരുന്നു. കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ആയിട്ട് മറിഞ്ഞു പോകുന്നതായ കാര്യം. ആരോഗ്യം വളരെ അത്യന്താവശ്യം. ഓടി നടന്ന് കാര്യങ്ങൾ നോക്കുന്നതിനോ എടുക്കുന്നതിനോ കഴിവില്ലാതെ അതും നഷ്ടപ്പെട്ട് ഇതാ ദേഹമെല്ലാം പരു വന്ന് ചൊറിഞ്ഞ് കൊണ്ട് ഇരിക്കുന്നതായ ആ അനുഭവം. സൗന്ദര്യം നഷ്ടപ്പെട്ടു, കൂട്ടുകാർ നഷ്ടപ്പെട്ടു, റെപ്യൂട്ടേഷൻ. ആ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവൻ്റെ പ്രീവിയസ് ഇയേഴ്സിലുള്ളതായ ആ റെപ്യൂട്ടേഷൻ, എങ്ങനെയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് അവൻ്റെ ഭൃത്യന്മാരൊക്കെ അവനെ നോക്കിയിരുന്നത്, സേവിച്ചിരുന്നത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതെല്ലാം പോയി. ഇപ്പോൾ എല്ലാവരും അവനെ ഇഗ്നോർ ചെയ്യുന്നതായ ഒരു കാര്യമാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനെല്ലാം ഉപരിയായിട്ട് മെൻ്റൽ ആംഗ്വിഷ് എന്ന് കാണുന്നു. മാനസികമായി തളർന്ന അനുഭവം. ഈ ഇയ്യോബിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ മാനസികമായിട്ട് തളർന്നതായ അനുഭവം അവൻ്റെ ജീവിതത്തിൽ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാം. ഭാര്യയുടെ സൈഡിൽ നിന്ന്, കൂട്ടുകാരുടെ സൈഡിൽ നിന്ന് ഒക്കെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഇഗ്നോർ ചെയ്യുന്നതായ അവസ്ഥ. തള്ളപ്പെട്ടവനായിട്ട് ഏകാന്തതയിൽ ഇരിക്കുന്നതായ ഒരു മനുഷ്യൻ അവൻ വിളിച്ചു പറയുകയാണ്. 19-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ വിശ്വാസത്താൽ അന്നത്തെ കാലത്ത് മറ്റ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ലാത്തതും എഴുതപ്പെട്ടതായ നിയമം ഇല്ലാതിരുന്നതായ സമയത്ത് തൻ്റെ വാക്കിൽ നിന്നും വിളിച്ചു പറഞ്ഞതായ വാക്യമാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അന്ന് എഴുത്തിനുള്ളതായ മെക്കാനിസം ഒന്നും ഇല്ലായിരുന്നു. അവൻ തന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഈ വാക്കുകളൊക്കെ ഒരു കല്ലിലോ നല്ല എഴുതി വെച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന്. അതിനുള്ളതായ സാഹചര്യം അവൻ അന്നില്ലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മൾ ഓർക്കണം. ആ ഒരു വ്യക്തിയെയും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെയും അവൻ കടന്നുപോയതായ പ്രശ്നങ്ങളെയും ആ പ്രശ്നങ്ങളിൽ ദൈവം അവനെ എങ്ങനെ റിസ്റ്റോർ ചെയ്തു എന്നുള്ളതായ റിസ്റ്റോറേഷൻ മെത്തേഡും ഒക്കെ എഴുതിക്കൊണ്ട് 42 അധ്യായങ്ങൾ അടങ്ങുന്നതായ ഒരു പുസ്തകം അവനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ എഴുതി വെക്കുവാനായിട്ട് സഹായിച്ചു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. 42-ാമത്തെ അധ്യായം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം ഒടുവിൽ ഇറങ്ങി വരുന്നതായിട്ട് കാണുന്നു. അവനെ റിസ്റ്റോർ ചെയ്യുന്നു. റിസ്റ്റോറേഷൻ്റെ ഒരു സമയമാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം അവൻ്റെ സ്ഥിതി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു നല്ല സ്ഥിതിയിലായിരുന്നു, പിന്നെ ഏറ്റവും താണ സ്ഥിതിയിലേക്ക് ആയിത്തീർന്നു. എന്നാൽ ദൈവവുമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ അവൻ്റെ കാര്യം ആ പൂർവ്വസ്ഥിതിയേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറ്റുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴയത് തിരികെ കൊണ്ടുവരുന്നതായ അവസ്ഥ, പഴയതിലും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥ, അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൽ നൽകി കൊടുത്ത് ഇരട്ടിയായി ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചു. റെസ്റ്റോറേഷൻ അവിടെയാണ് നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്. അല്പകാലത്തേക്ക് പിടിച്ചു നിന്നതായ ഒരു മനുഷ്യനാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. ആ അല്പകാലത്തിൽ പിടിച്ചു നിന്നു. ദൈവത്തിൻ്റെ റിസ്റ്റോറേഷൻ അവൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് ഈ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻഡിങ് റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ അത് റിസ്റ്റോർ ചെയ്യുവാനായിട്ട് ദൈവം നമ്മുടെ ഈ ലോകത്തിലെ ക്രിസ്തീയ യാത്രയിൽ നമ്മളെ സഹായിക്കും. പ്രൈസ് ഗോഡ്. നമ്മളുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുവാനും റിന്യൂ ചെയ്യുവാനും നഷ്ടപ്പെട്ടത് തിരിച്ച് പിടിച്ച് ബെറ്ററായുള്ള സ്റ്റേജിൽ ഓരോ ദിവസവും വളർന്നു വരുവാനായിട്ട് നമ്മളെ റിസ്റ്റോർ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. പ്രൈസ് ഗോഡ്. റിസ്റ്റോർ എന്ന് പറഞ്ഞാൽ റിപ്പയറിങ് എന്നാണ്. ആ പഴയ ഒരു കാര്യം പഴയതാകുമ്പോൾ അതിന് വരുന്ന ഡാമേജസ് ഒക്കെ റിപ്പയർ ചെയ്ത് റിസ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ബലത്തോടുകൂടെ അതിന് വർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ഹീലിംഗ് സാധ്യമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്നാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഹീലിംഗ് സ്വർഗത്തിൽ അവിടെ ചെല്ലുമ്പോൾ മാത്രമേ രോഗമില്ലാത്ത ശരീരം,
കിട്ടുകയുള്ളൂ എന്നുള്ളതൊരു വാസ്തവമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ വിശ്വാസികളായിട്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യം പ്രാപിച്ച് ആ ഫോർട്ടേസ്റ്റ് ഓഫ് ഗ്ലോറി ഡിവൈൻ അവിടെ അത് അനുഭവിക്കാനായിട്ട് ദൈവം നമ്മൾക്ക് ഭാഗ്യം തരും. ഈ ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ മധ്യത്തിൽ അത്ഭുത രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ട് ആ സ്വർഗീയ അനുഗ്രഹത്തെയും സ്വർഗീയ സന്തോഷത്തെയും നമ്മളുടെ ജീവിതത്തിൽ ടേസ്റ്റ് ചെയ്യുവാൻ ഈ ലോകത്തിൽ തന്നെ ദൈവം ഇടയാക്കി തരുമെന്നുള്ളതാണ് നമുക്ക് ഈ റെസ്റ്റോറേഷൻ്റെ ഈ ലെസണിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് ഒരു വീണ്ടെടുപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് രൂത്തിന്റെ പുസ്തകത്തിലാണ്. എല്ലാവർക്കും വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതായ പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. ബോവസ് ആ രൂത്തിനെ വീണ്ടെടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവൾ സ്വന്തം ജനം അല്ലായിരുന്നു. അവൾ മോവാബുകാരത്തിയായ ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ 10ാം തലമുറയിൽ പോലും ദൈവ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ആലയത്തിലേക്ക് കടന്നു വരുന്നതിന് മോവാബിയ അന്യജാതിക്കാർക്ക് അവകാശമില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവത്തിന് കൃപ തോന്നി അവളുടെ അമ്മായിയമ്മയോടുകൂടെ അവിടേക്ക് കടന്നു വരുന്നു. ആ നല്ല ബോവസിന്റെ വയലിലേക്ക് പ്രവേശനം ലഭിക്കുന്നു. അവന് കൃപ തോന്നുന്നു. അത് മാത്രവുമല്ല, കറ്റകളുടെ ഇടയിൽ നിന്നും വലിച്ചിട്ട് കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകമായ ഗ്രേസ് അവൾക്ക് നൽകി കൊടുക്കുവാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നു. പിന്നീട് അവൻ പട്ടണവാതിൽക്കലേക്ക് ചെല്ലുന്നു. അവരുടെ ആവശ്യമായ പേപ്പേഴ്സൊക്കെ റെഡിയാക്കി ലീഗൽ പേപ്പർ സൈൻ ചെയ്തിട്ട് അവളുടെ വീണ്ടെടുപ്പുകാരനായിട്ട് പ്രസ്താവിക്കുന്നതായ കാര്യം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ റിയലായിട്ട് അന്യജാതിക്കാരി ആയിരുന്നതായ സ്വന്തം ജനം അല്ലാതിരുന്നതായ ഒരു സ്ത്രീയെ ഇവിടേക്ക് ദൈവത്തിൻ്റെ കരുണയാൽ വീണ്ടെടുത്തതായ ചരിത്രം അവിടെ വളരെ വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മളുടെയും ജീവിതത്തിൽ നമ്മൾ സ്വന്തം ജനമല്ലായിരുന്നു, അന്യജാതിക്കാരായിരുന്നു. എന്നാൽ നമ്മളെയും അവൻ വീണ്ടെടുത്തതായ ആ വലിയ സ്നേഹം ഓർക്കുമ്പോൾ ദൈവത്തെ നമുക്ക് അധികമായിട്ട് സ്തുതിപ്പാനും ദൈവസന്നിധിയിൽ നന്ദി കരയറ്റുവാനും വകയുണ്ട്. അവളെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, അവൾക്ക് ലഭിച്ചതായ അനുഗ്രഹം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വംശാവലി നോക്കുമ്പോൾ അവൾ അതിനകത്ത് ഉണ്ട്. ദാവീദിന്റെ വല്യമ്മയായിട്ട് തീരുവാനുള്ളതായ ഭാഗ്യവും അവൾക്ക് ലഭിച്ചു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റെഡീംഡ് എന്ന് പറയുമ്പോൾ അത് ദൈവം വീണ്ടെടുക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് റിസ്റ്റോറേഷൻ എന്നുള്ള നമ്മൾക്ക് ഈ വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഈ എബേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ പറഞ്ഞതുപോലെ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ആ വാക്യം നമ്മളൊന്നുകൂടെ നോക്കുമ്പോൾ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി. അപ്പോൾ നമ്മളൊക്കെ സ്വന്തം ജനമല്ലായിരുന്നു, എന്നാൽ നമ്മളെ സ്വന്തം ജനമാക്കിക്കൊണ്ട് നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായങ്ങളിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ആ ലിസ്റ്റുകൾ എഴുതിയിരിക്കുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് 1 പത്രോസ് 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ അവൻ സഹായിക്കും എന്നുള്ളതാണ്. ഈ ലോകം എന്ന് പറയുന്നത് കഷ്ടപ്പാട് നിറഞ്ഞതാണ് എന്ന് യേശു തന്നെ പറയുന്നുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിലെ യാത്ര എന്ന് പറയുന്നത് ഈ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെയാണ് റെഡീംഡ് ആയിട്ടുള്ള നിങ്ങളെ ഞാൻ വിടുന്നത്. എന്നാൽ അല്പ
അല്പകാലത്തേക്കേ ഉള്ളൂ. നിങ്ങൾ വിശ്വസ്തയോട് നിൽക്കുക. നിങ്ങളെ റെഡീം ചെയ്ത്, നിങ്ങളെ ശക്തീകരിച്ച്, നിങ്ങളെ റിസ്റ്റോർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ വിശ്വസ്തനാണ് എന്നാണ് യേശുവും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് ഇതെല്ലാം ഒരു വാക്കാൽ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് യേശു ഇവിടെ ലോകത്തിലായിരുന്നപ്പോൾ ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവൻ സൃഷ്ടി കർത്താവാണ് എന്നുള്ളതായ കാര്യമാണ്. പ്രൈസ് ഗോഡ്, സ്തോത്രം. സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവമാണ് നമ്മളുടെ ദൈവം. ഹല്ലേലൂയ. ഒരു കൂനിയായ സ്ത്രീ ആലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവളെ കണ്ടിട്ട് യേശുവിന് കനിവ് തോന്നി അവളെ സൗഖ്യമാക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാം. നമ്മൾക്കറിയാം, ഒരു കൂനിയായ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് താഴോട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. ആ വെർട്ടിബ്രൽ കോളമെല്ലാം ആകെപ്പാടെ സ്റ്റക്കായിട്ട് ഇരിക്കുന്നതായ അവസ്ഥ, അത് മുന്നോട്ട് നീങ്ങുന്നതിന് യാതൊരുവിധമായ സാധ്യതയുമല്ല. എന്നാൽ യേശു അവളുടെ സൗഖ്യമാകുവാനായിട്ട് കൽപ്പിച്ചപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുന്ന സ്റ്റക്കായിരിക്കുന്ന ആ നട്ടലൊക്കെ നേരെ നുവർന്ന് ആ സമയത്ത് തന്നെ റിസ്റ്റോർ ചെയ്ത് പൂർവ്വ അവസ്ഥയിൽ, അവൾ ചെറുപ്പമായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ റിസ്റ്റോറേഷൻ അവിടെ സംഭവിച്ചതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, സ്തോത്രം. വരണ്ട കൈയുള്ളതായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നീട്ടാനായിട്ട് അവിടെ പറ്റത്തില്ല. എന്നാൽ യേശുവിൻ്റെ വാക്ക് അവിടേക്ക് അയച്ചപ്പോൾ അവൻ്റെ ശബ്ദത്താൽ, അവൻ്റെ വാക്കിനാൽ റിസ്റ്റോർ ചെയ്തു. അത് നിവർന്നു നിന്നു. അപൂർവസ്ഥിതിയിൽ ആക്കി തീർത്ത ദൈവത്തെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വചനം അയച്ച് അവൻ നമ്മെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ലാസറിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ജീവൻ പോയി 4 നാളായി നാറ്റം പിടിച്ച അവസ്ഥ. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ എല്ലാവരെയും ഉയർപ്പിക്കുകയല്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ തന്നെയും അവൻ സകലത്തിൻ്റെയും അധികാരമുള്ളവനാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി ലാസറെ പുറത്തു വരിക എന്നുള്ളതായി യേശുവിൻ്റെ ശബ്ദമായ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ്റെ മൂക്കിൽ കൂടെ ശ്വാസം അകത്ത് കയറി. ഹൃദയങ്ങളും അതുപോലെ തന്നെ എല്ലാ സിസ്റ്റംസും വർക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങി. അടഞ്ഞിരുന്നതായ കണ്ണുകൾ തുറന്നു, അടഞ്ഞിരുന്നതായ കാതുകൾ തുറന്നു. അവൻ എഴുന്നേൽക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അപൂർവസ്ഥിതിയിലേക്ക് റിസ്റ്റോറേഷൻ ആയിത്തീരുന്നതായിട്ടുള്ള അവസ്ഥ നമ്മൾക്ക് അവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ഈ ജീവിതത്തിലെ ഏത് അവസ്ഥയിലും കർത്താവിന് നമ്മളെ സഹായിപ്പാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മൾ ഏകാന്തതയെക്കുറിച്ച് പറയും. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ സഹായിപ്പാനായിട്ട് ആരുമില്ല, ലോൺലിയാണ് എൻ്റെ ജീവിതം എന്ന് പറയും. ഇവിടെ നമ്മൾ പത്മോസ് ദ്വീപിലെ യോഹന്നാന്റെ ജീവിതം നോക്കുമ്പോൾ ഏകാന്തതയിൽ വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുന്ന അവൻ്റെ അനുഭവം ഒരു വാചകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പത്മോസ് ദ്വീപിൽ ഞാൻ ഏകനായി കിടന്നാലും ചൂടുള്ള അപ്പവുമായിട്ട് ദൈവം നമ്മളെ സഹായിക്കും. ഏലിയാവിൻ്റെ ജീവിതത്തിലും അതുപോലെ ഏകാന്തതയിൽ വളരെ ഡൗൺ കാസ്റ്റായിട്ട് അങ്ങനെ കിടക്കുന്ന അവസ്ഥയിലും ചൂടുള്ള അപ്പവും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ദൂതന്മാർ അവനെ സഹായിച്ചതായിട്ട് കാണുന്നു. ഏത് പരിശോധനയുടെ തീച്ചൂളയിലും കർത്താവ് നമ്മളെ സഹായിക്കും, നമ്മളെ റിസ്റ്റോർ ചെയ്യും എന്നുള്ളത് വാസ്തവമാണ്. 3 ബാലന്മാരോടുകൂടെ 4ാമനായിട്ട് വന്നതായ ചരിത്രം നമ്മൾക്കറിയാം. അവിടെയും ഈ ബാലന്മാർ മാനസികമായി വളരെ തകർന്നു കാണും. പ്രൈസ് ഗോഡ്, സ്തോത്രം. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമായി നമ്മളെ റിസ്റ്റോർ ചെയ്തു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ ദൈവം നമ്മളെ റെഡീം ചെയ്തു വീണ്ടെടുത്തു എന്നുള്ളൊരു സത്യമാണ്. അത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് മുൻപോട്ട് വളരെ ധൈര്യത്തോടും നിശ്ചയത്തോടും അഷുറൻസോടും കൂടെ മുൻപോട്ട് പോകുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പത്രോസ് പറഞ്ഞതുപോലെ അല്പകാലത്തേക്കുള്ള കഷ്ടം പെട്ടെന്ന് അങ്ങ് തീരും. ആ കഷ്ടം നമ്മൾ അറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിന്നാൽ അവൻ നമ്മളെ റിസ്റ്റോർ ചെയ്യും. ഓരോ ദിവസവും ആവശ്യമുള്ള ബലം തരും, ശക്തി തരും, ധൈര്യം തരും. അവനോട് ചേർന്ന് പിടിച്ചുകൊണ്ട് നമ്മളെ കൈപിടിച്ചുകൊണ്ട് നടത്തുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനാണെന്നുള്ള ധൈര്യത്തോടെ റെഡീംഡായിട്ട് കർത്താവിൻ്റെ റെസ്റ്റോറേഷൻ അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മൾക്ക് മുൻപോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടെടുക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് ഇതിനകത്തിരിക്കുന്നത്. ഓരോ ദിവസവും ഈ വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ
നമ്മൾ കാത്തിരിക്കുന്ന ഒരു വലിയ വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ, അവൻ്റെ തേജസ്സുള്ള മുഖം കാണുമ്പോൾ, അവൻ മുൻപാകെ നമ്മൾ നിൽക്കുമ്പോൾ, ഈ ശരീരത്തിൽ ഇന്ന് വേദന ഉണ്ടെങ്കിൽ അന്ന് വേദനയില്ലാത്ത ശരീരം നമ്മൾ പ്രാപിക്കും. രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, ക്ഷീണമില്ലാത്ത ഒരു നഗരത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകും. ആ വീണ്ടെടുപ്പ് വിശ്വസിക്കുകയും പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരൊക്കെയും ആ കരുണയ്ക്ക് നിർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം തിട്ടമായി വേല ചെയ്തിടാൻ. അല്പകാലം മാത്രമേയുള്ളൂ നാം എത്ര വേഗം കൃത്യമായി വേല ചെയ്തിടാൻ. എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷ എന്നെ, എത്ര നാൾ ലഭിച്ചിടുമോ അത്ര നാളും രക്ഷ. ഉത്രത്വത്തിൻ ആത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം, ആത്മാവാലെ ശക്തിയായി തൻ വേല തീർക്കാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടം, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവൻ. അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണ്, അന്ത്യകാലം വന്നടുത്തെ പെന്തക്കോസ്തിൻ വേലയാണ്. ചന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാം, ചന്തമോടെ വേല ചെയ്ത സ്വന്തം നാട്ടിൽ പോയിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യൂ. ഉന്നത വിളിക്കു യോഗ്യരെ, ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ ഇന്നും മാറില്ല.